പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വളരെയധികം കേരള സമൂഹം ചർച്ച ചെയ്ത രണ്ട് പേരുകളാണ്. ഒന്ന് യദു, രണ്ടാമത് നിതിൻ. നിതിൻ്റെ പേര് അത്ര അങ്ങോട്ട് പോയില്ല, പക്ഷെ യദുവിൻ്റെ പേര് വളരെ വലിയ വിവാദമായി കേരളത്തിൽ. ട്രാൻസ്പോർട്ടിൻ്റെ എംപാനൽ ഡ്രൈവറായിരുന്ന ദിവസക്കൂലിക്ക് പ്രവർത്തിക്കുന്ന യദു കൃഷ്ണയല്ല യദു വടക്ക് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന കൂട്ടത്തിൽ പാളയത്തിൻ്റെ എത്തുന്നതിന് മുമ്പ് വെച്ച് അന്നത്തെ തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവ് SFIയുടെ നേതാവായിരുന്ന സച്ചിൻ ദേവ് MLA യും, ബാലുശ്ശേരി MLA ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പോൾ MLA അല്ല, തോറ്റു, ഇപ്രാവശ്യം തോറ്റു, കഴിഞ്ഞ MLA മായിരുന്നു, ഭാര്യയും ഭർത്താവും കൂടി സഞ്ചരിച്ച് വരുമ്പോൾ അവർ ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് പിറകെ ലൈറ്റ് അടിക്കുകയും ഹോൺ അടിക്കുകയൊക്കെ ചെയ്തപ്പോൾ കൃത്യമായി അവർക്കൊരു ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട്, ഓവർടേക്ക് ചെയ്യാൻ ചിലപ്പോൾ സ്ഥലം കിട്ടണമെന്നില്ല, കിട്ടാതിരിക്കാം. ബസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് രാജാക്കന്മാർ, വലിയ വണ്ടിയല്ലേ, അവരങ്ങനെ നിറഞ്ഞു പോകും. അപ്പോൾ എന്തായാലും ഇവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവർ വണ്ടി ഓവർടേക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ബസ്സിനെ ക്രോസ് ചെയ്ത് നിർത്തി ഇറങ്ങി അദ്ദേഹത്തെ ഒരുപാട് തെറി പറയുകയും തല്ലുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് വിഷയം. അവസാനം കാര്യം കൊണ്ട് തിരിഞ്ഞു. കാരണം ഇപ്പുറത്തുള്ളത് ആര്യ രാജേന്ദ്രൻ മേയറാണ്, ഭർത്താവാണ്, MLA ആണ് ഭർത്താവ്. ശരിക്കും പറഞ്ഞാൽ അവർ ഇങ്ങനെ പിറകെ വണ്ടി പോയപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അവർ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തെങ്കിൽ അതിലൊരു വിശദീകരണം ചോദിച്ച് അവിടെ തീരുമായിരുന്നു. ഇവർ അതിനു പകരം ചെറുപ്പത്തിൻ്റെ ഷോ കാണിച്ചു. എന്നാൽ രണ്ടുപേരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണെന്നും ഒരാൾ നഗരത്തിൻ്റെ മേയറാണെന്നും അടുത്തയാൾ MLA ആണെന്നും അവർ മറന്നുപോയി ഒരു നിമിഷം. അവർ സാധാരണ മനുഷ്യരെ പോലെ ജാട കാണിച്ച് ഷോ കാണിച്ചു. എന്താ സംഭവിച്ചത്? അവസാനം പ്രശ്നങ്ങൾ വഷളായപ്പോൾ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് യദുവിനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഗണേഷ് കുമാർ മന്ത്രി അന്ന് പറഞ്ഞൊരു പോയിന്റ്, ഈ യദു കൃഷ്ണ മദ്യപിച്ചിരുന്നതായി ഒരു റിപ്പോർട്ടുണ്ട്. ബ്രീത്ത് അനലൈസർ വെച്ച് നോക്കിയപ്പോൾ മദ്യപിച്ചതായി റിപ്പോർട്ടുണ്ട്. യദു കൃഷ്ണ ആണയിട്ട് പറയുന്നു അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, അത് പോലീസ് കുരുക്കിയ ഒരു കുരുക്കാണ് എന്നാണ് യദു പറയുന്നത്. ഇതിൻ്റെ ബ്രീത്ത് അനലൈസർ വെച്ച് കാണും, സ്വാഭാവികമാണ്, അത് പരിശോധിച്ച് കാണും. എന്നിട്ട് മദ്യപിച്ചു എന്ന് രേഖപ്പെടുത്തിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇതെല്ലാം സംഭവിക്കാം. നമുക്ക് പോലീസിനെ ബ്ലെയിം ചെയ്യേണ്ട, സിസ്റ്റത്തെ ബ്ലെയിം ചെയ്യേണ്ട. പക്ഷേ ഇത് സംഭവിച്ചു, യദുവിൻ്റെ പേരിൽ ഇങ്ങനെ സംഭവിച്ചു. എംപാനൽക്കാരനായ യദുവിനെ പിരിച്ചുവിട്ടു. വലിയ വിവാദമായിരുന്നു കേരളത്തിൽ അന്ന്. യദു പിരിച്ചുവിട്ടതിന് ശേഷം യദു അവസാനം ചില പ്രൈവറ്റ് വണ്ടിയൊക്കെ ഓടി, അവസാനം ഈ സ്വിഗ്ഗി ഓടി. അത് പുള്ളിക്ക് പറ്റാത്ത രീതിയിൽ പുള്ളി ഓടി. ഇടയിൽ കേസായി, വഴക്കായി, യദുവിൻ്റെ രക്ഷകരായി, വളരെ വലിയ വിഷയമായി. ആ യദുവിന് ഇപ്പോൾ ഈ മുന്നണി വന്നപ്പോൾ ഇതിനിടയിൽ ചാണ്ടി ഉമ്മനെ യദു കാണുകയും ചാണ്ടി ഉമ്മന് ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. എവിടെയെങ്കിലും ഭരണം വന്നാൽ എവിടെയെങ്കിലും ഒരു പൊസിഷൻ വാങ്ങിച്ച് തരാം എന്നൊരു ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഭരണം വന്നു. അങ്ങനെ ചാണ്ടി ഉമ്മൻ്റെ സഹായത്താൽ എനിക്ക് തോന്നുന്നു പല മന്ത്രിമാർക്കും കത്ത് കൊടുത്തു, സ്പീക്കർക്കും കത്ത് കൊടുത്തു എന്നാണ് തോന്നുന്നത്. എന്തായാലും സ്പീക്കർക്ക് കൊടുത്ത കത്ത് വർക്കൗട്ട് ചെയ്തു. യദുവിന് പുതിയ അസംബ്ലിയിൽ നിയമസഭ വണ്ടി ഓടിക്കാൻ, കേരള നിയമസഭയുടെ ബസ് ഓടിക്കാനായിട്ട് യദുവിന് അവസരം കിട്ടി. അങ്ങനെ 5 വർഷക്കാലം ഇനി യദു കേരള നിയമസഭയുടെ ഡ്രൈവറായിരിക്കും. ഇനി സ്ഥിരപ്പെടുത്തുമോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. എന്തായാലും യദു കേരള നിയമസഭയുടെ ഡ്രൈവറായി എന്നുള്ളതാണ് വളരെ രസകരമായ. അതുപോലെ തന്നെ അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നെ സച്ചിൻ ദേവിനെതിരെ കേസെടുക്കുന്നത് പിന്നീട് ഒഴിവാക്കി, ആര്യമായിട്ടുള്ള പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. കേസ് അങ്ങനെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ഒരു വിഷയമാണ് അതിനേക്കാൾ രസകരവും കൗതുകരമായ. നിതിൻ എന്ന ഒരു മാവേലി സ്റ്റോറുകാരൻ, അദ്ദേഹം സ്റ്റോറിൽ സാധനങ്ങൾ തീർന്നു പോയപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല എന്ന് എഴുതി വെച്ചു. അത് വലിയ വാർത്തയായി. സ്റ്റോക്കില്ലെങ്കിൽ സ്റ്റോക്കില്ല എന്ന് എഴുതണ്ടേ? പക്ഷെ അത് വലിയ വാർത്തയായി. അദ്ദേഹത്തെ പിരിച്ചുവിട്ടു, അയാളെയും പിരിച്ചുവിട്ടു. ഇപ്പോൾ പാളയം മാവേലി സ്റ്റോറിൽ വീണ്ടും നിയമനം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത ഓരോ തെറ്റുകളെയും അല്ലെങ്കിൽ ഓരോ ഈഗോയും കോംപ്ലക്സുകളെയും ചെറിയ ഒരു മെമ്മോ കൊടുത്ത് തീർക്കാവുന്ന വിഷയങ്ങളെ, ഒരു 4 ദിവസം പുറത്തു നിർത്തി കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളെ വളരെ വലിയ ഈഗോയും കോംപ്ലക്സുമായി ഒരുതരം പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ഗവൺമെൻറ് തിരുത്തുകയാണ്. ഡോക്ടർ ബി അശോകിൻ്റെ കാര്യം ഇപ്പം തിരുത്തി, എൻ പ്രശാന്തിൻ്റെ കാര്യം തിരുത്തി, ഈ വിഷയം തിരുത്തി, കത്രിക വയറ്റിപ്പോയ രോഗിയുടെ കാര്യം തിരുത്തി, ഓരോ വിഷയങ്ങളും തിരുത്തി വരികയാണ്. അക്കൂട്ടത്തിൽ വളരെ മനോഹരമായ ഒരു തീരുമാനമാണ് ഈ
HL യദുവിനെ തിരിച്ചെടുത്തതും അതുപോലെ നിതിനെ തിരിച്ചെടുത്തതും ഇത് രണ്ടും ഇല്ലാ വിവര പട്ടിക എഴുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ഷേപമാണ് വന്നത്. ഇവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് എഴുതിയത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ടുള്ള വലിയ ആക്ഷേപമാണ് അന്നുണ്ടായത്. 2025 ജൂണിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നിതിനെ സസ്പെൻഡ് ചെയ്തത് ഇല്ല എന്ന് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഇല്ല എന്ന് രേഖപ്പെടുത്തിയതിനാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ലേ പറയണ്ടേ? അപ്പോൾ എന്തിനു എഴുതി വെച്ചു? വന്നപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? ഇല്ല എന്ന് എഴുതി വെച്ചപ്പോൾ അത് മാധ്യമങ്ങൾക്കൊക്കെ ന്യൂസ് ആയില്ലേ എന്ന് തുടങ്ങി. അപ്പോൾ ഇല്ലാത്തതല്ല പ്രശ്നം, ഇല്ല എന്ന് എഴുതിയതാണ് പ്രശ്നം. എന്തായാലും രണ്ടുപേരെയും തിരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായ രീതിയിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പല തെറ്റുകളും തിരുത്തുമ്പോൾ സമൂഹത്തിൻ്റെ കയ്യടി വല്ലാതെ കിട്ടുന്നുണ്ട്. എന്തായാലും കൊള്ളാം. 2 കാര്യങ്ങൾ തിരുത്തിയിരിക്കുന്നു. ഒന്ന്, യദുവിനെ യദുവിനെ തിരിച്ചെടുത്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ട്. തൻ്റെ നിസ്സഹായാവസ്ഥയും കുടുംബത്തിൻ്റെ സ്ഥിതിയും കാണിച്ച് സ്പീക്കറിനും നിവേദനം നൽകിയിരുന്നു. മറ്റു പലർക്കും കൊടുത്തിരുന്നു. എന്തായാലും സ്പീക്കർ അത് അംഗീകരിച്ചു. യദുവിന് ജോലി കൊടുത്തു. അതുപോലെ നിതിനെയും കോഴിക്കോട് പാളയം മാവേലി സ്റ്റോറിൽ തീർന്നുപോയ സാധനങ്ങൾ സ്റ്റോക്കില്ലെന്ന് വിലവിവര പട്ടികയിൽ എഴുതിയതിൻ്റെ പേരിൽ LDF സർക്കാർ സസ്പെൻഡ് ചെയ്ത ജീവനക്കാരന് അതേ ഔട്ട്ലെറ്റിൽ തന്നെയാണ് പുനർനിർമ്മാണം. തിരുവനന്തപുരം പാളയത്തല്ല, കോഴിക്കോട് പാളയത്താണ് ഈ സംഭവം. അപ്പോൾ അവിടെ ഇത് ചെയ്തു. സപ്ലൈകോ സീനിയർ അസിസ്റ്റൻ്റായ നിതിൻകാരനാണ് ഔട്ട്ലെറ്റ് ഇൻചാർജ് ഇക്കഴിഞ്ഞ 10 നിയമിച്ചുകൊണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ഉത്തരവിറക്കിയത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ, ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഈ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. എന്തായാലും യദുവിൻ്റെ കാര്യത്തിലും നിതിൻ്റെ കാര്യത്തിലും കേരള സമൂഹം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതാണ്. അതിനെ തിരുത്തിയതിൽ സമൂഹം കയ്യടിയോട് കൂടിയായിരിക്കും ഈ വിഷയത്തെ സ്വീകരിക്കുന്നത്.